ഞാൻ വളരെ കുറച്ച് മാത്രമാണ് എൻ്റെ കോർപ്പറേറ്റ് ലൈഫ് ആസ്വദിച്ചിട്ടുള്ളത്. എൻ്റെ കോർപ്പറേറ്റ് ലൈഫ് ഇത്രയും മനോഹരമാക്കി തീർത്ത രണ്ടുപേരുണ്ട്, അഞ്ജലി, സെബിനസ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നവരെ കാണാൻ പോവുകയാണ്. വെറും 5-6 മാസത്തെ പരിചയം മാത്രമേ നമുക്കിടയിലുള്ളൂ. എങ്കിലും ആ സമയങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളാക്കി തീർത്ത രണ്ടുപേരാണിവർ. നമ്മൾ പറയാറില്ലേ, എത്ര നാളത്തെ പരിചയം ഉണ്ട് എന്നതിലല്ല, കൂടെ ഉണ്ടായിരുന്ന സമയങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നതിലാണ് കാര്യമെന്ന്. അതുപോലെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് തന്നെ പിന്നീട് അവർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്ന ചിന്തയായി. അങ്ങനെ ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തു. അവിടെ അടുത്തുള്ള ഒരു ഫ്ലവർ ഷോപ്പിൽ പോയി രണ്ടുപേർക്കും ഓരോ കുട്ടി സെയിം ഫ്ലവർ ബൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചു. അവിടുത്തെ ചേട്ടന്മാർ ഭയങ്കര ഭംഗിയിൽ അതെനിക്ക് ചെയ്തു തരുന്നുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട ഏതൊക്കെ ഫ്ലവേഴ്സാണ് എനിക്ക് വേണ്ടത് അതെല്ലാം ആഡ് ഓൺ ചെയ്ത് എൻ്റെ അഭിപ്രായത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരതെനിക്ക് നന്നായിട്ട് ചെയ്തു തരുന്നുണ്ടായിരുന്നു. ശരിക്കും അവർ ആ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. ഫൈനലി ഇതാണ് ഞാൻ അവർക്കായി കസ്റ്റമൈസ് ചെയ്ത് മേടിച്ച എൻ്റെ കുട്ടി ന്യൂ ഇയർ ഗിഫ്റ്റ്. പിന്നീട് ഞാൻ അഞ്ജലി വരുന്നതും കാത്ത് ബസ് സ്റ്റോപ്പിലിരുന്നു. ഓള് വന്നു, ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. ഓക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ സെബിനസിനെ കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ നേരെ ലുലു മാളിലോട്ട് പോയി കുറേ നേരം അവിടെ കറങ്ങി തിരിഞ്ഞു നടന്നു. നമുക്ക് കഴക്കൂട്ടത്ത് ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. ഊബർ എടുത്തു, നേരെ ഇനി കഴക്കൂട്ടം, അവിടുന്ന് വർക്കല. അത് സർക്കാർ എറണാകുളത്ത് എന്റെ ചേച്ചിയുടെ കല്യാണം എന്ന് പറഞ്ഞിട്ടാ ഓള് വരുന്നേ. ഓളെന്തിനാ പറഞ്ഞേ പറ. വർക്കല് ന്യൂ ഇയർ ആഘോഷിക്കുക. ന്യൂ ഇയർ കഴിഞ്ഞു, പക്ഷെ നമുക്ക് അമ്മയുടെ കുറെ ഡൗട്ട്സ് പറ. അമ്മയുടെ ഡൗട്ട്സ് എന്തൊക്കെയാ? ഇന്ന് ട്രിവാൻഡ്രത്ത് കല്യാണം, എന്നിട്ട് നാളെ ഇന്ന് ട്രിവാൻഡ്രം റിസപ്ഷൻ, നാളെ എറണാകുളത്ത് കല്യാണം. എങ്ങനെ പോയിട്ട് വരും? പിന്നെ നാളെ എറണാകുളത്ത്. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞൊപ്പിച്ചു, കല്യാണത്തിന് നിങ്ങളൊക്കെ പോകും, ഇന്റിമേറ്റ് വെഡിങ് ആണ്. നാളെ വൈകിട്ട് റിസപ്ഷൻ ഉണ്ട്, അതിനാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കിട്ടാത്ത ആളുടെ അടുത്ത് എന്താ പറയാനുള്ളൂ നമുക്ക്? എന്താണ് തിരിച്ചു കിട്ടാത്ത സ്നേഹം എപ്പോഴും മനസ്സിന്റെ വിങ്ങല്. ഡയലോഗ് അടിക്കല്ലേ. പിന്നെ ട്രെയിൻ കയറി വർക്കലെത്തി, ഓട്ടോ എടുത്തു നമ്മുടെ റൂമിലോട്ട്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റൂംസ് ഒക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ടൈം റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ നേരെ ബ്ലാക്ക് ബീച്ചിലോട്ട്. ഇത് മനോജ്, ഞങ്ങൾക്ക് വർക്കലേന്ന് കിട്ടിയ പുതിയ ഫ്രണ്ടാ. ന്യൂ ഫ്രണ്ട് കോയമ്പത്തൂരുള്ളയാ. എവിടെ ഞങ്ങളുടെ ബുക്ക്? ഇത് ഞങ്ങൾ ഫ്രണ്ടിന് വേണ്ടി ഞങ്ങൾ മേടിച്ച. എന്റെ പേര് വേണ്ട ഫാത്തിമ. ഇത് ഓക്കെ. നീ ഗോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് வச்சுட்டு ட்ரெயின் பண்ணண்டடா. இந்த மாதிரி யாரும் சீரியஸாக சொல்கிறேன், என் லைஃப்பில் யாருமே எனக்கு ரோஸ் எதுவுமே கொடுத்தது. நான் சத்தியமாக எனக்கு யாருமே கொடுத்ததே இல்லை. சத்தியமாக ட்ரூலி சத்தியமாக ப்ராமிஸ் எனக்கு கொடுத்ததே இல்லை. அப்படி எனக்கு கொடுத்துருக்காங்கன்னா நான் வந்து கோயம்புத்தூர் போயிட்டு என்னோட செல்ஃப் நான் வச்சுட்டு வாடி போடா நான் போட்டோ அனுப்புகிறேன். இல்லை நீங்கள் வாடி போனால் பிரச்சனை இல்லை, நான் அவ்வளோ தூரம் கேரி பண்ணிட்டு போயிருக்கல, அது எனக்கு ஒரு எனக்கு அது பெரிய அச்சீவ்மெண்ட். പിന്നീട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. നടന്ന് ഒരുപാട് പുതിയ പുതിയ കാഴ്ചകൾ കണ്ടു. ന്യൂ ഇയറിലെ ന്യൂ ഫ്രണ്ടിനെ കിട്ടി. ഞാൻ നിനക്ക് കുറച്ച് വീഡിയോസ് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എടുത്ത ഞങ്ങളുടെ ഓർമ്മ. ഓക്കെ, 10 വർഷം കഴിഞ്ഞിട്ട്. 10 വർഷം വേണ്ടല്ലേ? 5 വർഷം മതി. 10 വർഷം ഐ ഹാവ് കിഡ്സ് ബ്രോ. അത് കൂടുതലായിരുന്നു. അപ്പൊ പക്ഷെ ഫ്രണ്ട്സ് ആയിട്ട് ഭാര്യക്ക് പോസിറ്റീവ് അടിച്ചാലോ? ഓക്കെ 3 years. ഓക്കെ 3 years ഉണ്ട്. അടുത്ത വർഷം നീ എനിക്ക് ഷെയർ ചെയ്തു. ജാനുവരി 1st. ഓക്കെ, ഇത് നീ എനിക്ക് ഷെയർ ചെയ്ത് തരണം. അഞ്ജലി ഓക്കെ അല്ലേ? അഞ്ജലി അഞ്ജലി ഫാത്തിമ. പേര് പോലും தெரியாது. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു ദിവസം? കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു ദിവസം. കുറെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നിട്ട് കുറെ മെമ്മറീസ് കിട്ടി, കുറെ നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, വിചാരിക്കാത്ത കുറെ കാര്യങ്ങൾ നടന്നു അല്ലേ?
ഞാൻ ഇത്ര അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചില്ല, ഇത്ര നല്ല മൊമെന്റ്സ് കിട്ടും എന്ന് വിചാരിച്ചില്ല. ചുമ്മാ വന്ന് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഇത് കഥ പറഞ്ഞിരിക്കാം എന്നുള്ള സെറ്റപ്പ് ആയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കും എന്നാ വിചാരിച്ചത്. പക്ഷെ കുറെ നല്ല മൊമെന്റ്സ് കിട്ടി. ഇന്നലെ രാത്രിയൊക്കെയുള്ള മൊമെന്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും നിറഞ്ഞ വർഷം നിനക്ക് ഉണ്ടാവട്ടെ. നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചില്ലേ, അതൊക്കെ നടക്കട്ടെ, അതൊക്കെ ചെയ്യാൻ പറ്റട്ടെ നമുക്ക് രണ്ടുപേർക്കും. സന്തോഷമായിട്ടിരിക്കട്ടെ, സമാധാനത്തോടെ ഇരിക്കാൻ പറ്റട്ടെ.